empowering women in Christ. ഹല്ലേലൂയ. ഷെക്കീന ന്യൂസിൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. പ്രഷല്ല പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന അതിലൊന്നും പരിചിതമല്ലാത്ത ഒരു കഥാപാത്രത്തെക്കുറിച്ചായിരുന്നു. അവളുടെ പേര് അബിഗായേൽ എന്നായിരുന്നു. സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം അതിൽ 25-ാം അധ്യായം മുഴുവനായിട്ടും അബിഗായേലിനെ കുറിച്ച് പഠിപ്പിക്കുവാനായിട്ട് കർത്താവ് മാറ്റി വെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു, അവൾ ഒത്തിരിയേറെ കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോയവളായിരുന്നു. അവളുടെ ഭർത്താവ് നികൃഷ്ടനായിരുന്നു, ഹീനനായിരുന്നു, ദുഷ്കർമ്മി ആയിരുന്നു എന്നൊക്കെ തിരുവചനം പറയുന്നത്. എന്നാൽ വിവേകവതിയായ, ശാന്തശീലയായ, സുന്ദരിയായ ഒരു വീട്ടമ്മയായിരുന്നു അബിഗായേൽ. തന്റെ ഭർത്താവിന്റെ ഒരു സ്വഭാവം കാരണം ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ, ഒത്തിരിയേറെ കഷ്ടപ്പാടുകൾ അവൾ ജീവിതത്തിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇതൊന്നും പക്ഷേ അവളെ തളർത്തിയിട്ടില്ല. ആ ഭവനത്തിന് ഒരു വലിയ പ്രതിസന്ധി വന്നപ്പോൾ അവിടെ മുന്നിട്ടിറങ്ങി ജ്ഞാനത്തോടെ, വിവേകത്തോടെ അവൾ പെരുമാറുന്നതാണ് നമ്മൾ കണ്ടത്. കർത്താവിൽ നിന്ന് ജ്ഞാനം സ്വീകരിച്ച് വിവേകത്തോടെ അവൾ പ്രവർത്തിച്ചപ്പോൾ ആ ഭവനം മുഴുവൻ നശിച്ചു പോകേണ്ട ആ ഒരു അനിഷ്ട സംഭവത്തിൽ നിന്ന് ഭവനത്തെ രക്ഷിക്കാൻ അവൾക്ക് സാധിക്കുന്നതായി നമ്മൾ കണ്ടു. സുഭാഷിതങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 6-ാം തിരുവാക്യത്തിൽ കർത്താവിന്റെ തിരുവചനം ഇപ്രകാരമാണ് പറയുന്നത്: എന്തെന്നാൽ കർത്താവ് ജ്ഞാനം നൽകുന്നു, അവിടുത്തെ വദനത്തിൽ നിന്ന് അറിവും വിവേകവും പുറപ്പെടുന്നു. ജ്ഞാനം നൽകുന്നത് കർത്താവാണ്. പ്രിയമുള്ളവരെ, കർത്താവ് ജ്ഞാനം നൽകി കഴിഞ്ഞാൽ, ആ ഒരു ജ്ഞാനത്തെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ, എന്ത് തന്നെ പ്രശ്നങ്ങൾ ഈ ജീവിതത്തിൽ വന്നാലും നമ്മൾ സ്റ്റക്കായി നിൽക്കുകയില്ല. കർത്താവിന്റെ ജ്ഞാനം നമ്മെ വഴി നടത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഒരു അഭിഷേകത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു ശുശ്രൂഷയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ കർത്താവ് നമ്മോട് പറയുന്ന കാര്യങ്ങളെ കൃത്യതയോടെ ഗ്രഹിച്ച് അതിനനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളിൽ മാറ്റങ്ങൾ വരുത്തി കർത്താവിന് പ്രീതികരമായി മുന്നോട്ട് പോകുവാനുള്ള ജ്ഞാനത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നാം ആയിരിക്കുന്നിടത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ വിളിച്ച് കർത്താവിന്റെ ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നാം ആയിരിക്കുന്നിടത്തിരുന്ന് ഒരുമയോടെ, ഐക്യത്തോടെ കർത്താവിന്റെ അഭിഷേകത്തെ നമുക്ക് സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ, ജ്ഞാനത്താൽ നിറയ്ക്കണമേ, വിശുദ്ധിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ. പരിശുദ്ധാത്മാവേ എന്നാത്മാവിൽ വന്നു നിറയണേ. പരിശുദ്ധാത്മാവേ വരണമേ. പരിശുദ്ധി പകരും പരിശുദ്ധാത്മാവേ, ആത്മാവിൻ നിറവ് എനിക്കേകണേ. ഹല്ലേലൂയ. അഭിഷേകമാകും നീ, എന്നാത്മാവിലാനന്ദ വെളിച്ചം നീ, നിന്നാത്മാവിൽ അഭിഷേകമാകും നീ, എന്നാത്മാവിലാനന്ദ വെളിച്ചം നീ. പരിശുദ്ധീകും പരിശുദ്ധാത്മാവേ വന്നു നിറയണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ, ജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ, വിശുദ്ധീകരിക്കണമേ, അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഞാൻ വചനത്തിൽ അലിയുമ്പോഴെല്ലാം ഞാനാഗ്നിയായി നീ വന്നു, ഞാൻ അനുദിനം പാടി സ്തുതിക്കാൻ നിന്നധരങ്ങളെ നീ ഉണർത്തി.
വർഷിച്ചു. ഹല്ലേലൂയ. ഞാൻ പാപത്തിനെതിരായി പൊരുതുമ്പോൾ നീ എന്നിൽ അനുഗ്രഹം വർഷിച്ചു. പരിശുദ്ധാത്മാവേ, ആത്മാവിൽ അഭിഷേകമാകും നീ, ആത്മാവിൽ ആനന്ദ വെളിച്ചം. ഹല്ലേലൂയ. ആത്മാവിൽ അഭിഷേകമാകും നീ, ആത്മാവിൽ ആനന്ദ വെളിച്ചം. ഹല്ലേലൂയ. ആത്മാവിൽ ആനന്ദ വെളിച്ചം. പരിശുദ്ധാത്മാവേ, ആത്മാവിൽ ആനന്ദ വെളിച്ചം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നിറയണമേ. ഞങ്ങൾ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ. ജ്ഞാനത്താൽ നിറയ്ക്കണമേ, കൃപയാൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ. 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 പരിശുദ്ധാത്മാവേ വരണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ. ഹല്ലേലൂയ. 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 ഈശോയെ നന്ദി, ഈശോയെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവേ, ദൈവിക ജ്ഞാനത്താൽ നിറഞ്ഞ് കർത്താവിൻ്റെ ഹിതപ്രകാരം ഓരോ നിമിഷവും ജീവിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ, ആ ഒരു കൃപയിൽ ഞങ്ങൾ മുന്നോട്ട് വരുവാനായിട്ട്, ആ കൃപയിൽ ഞങ്ങൾ വളരുവാനായിട്ട് അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ദൈവിക ജ്ഞാനത്താൽ തിരുക്കുടുംബത്തെ നയിച്ച പ്രിയ പിതാവേ, ആ ഒരു അഭിഷേകം ഞങ്ങളുടെ കുടുംബങ്ങളിലും വരുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ആമേൻ. യേശുക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ അബിഗായേലിനെ കുറിച്ച് പഠിക്കുകയായിരുന്നു. നമ്മൾ കണ്ടു, ആ ഒരു ജീവിതത്തിൽ അത്രയും വലിയൊരു പ്രതിസന്ധി വന്നപ്പോൾ കഷ്ടപ്പാടുകളാൽ നിറഞ്ഞൊരു ജീവിതമായിരുന്നെങ്കിലും കർത്താവിൻ്റെ കൃപയിൽ നിന്നുകൊണ്ട് ജ്ഞാനത്താൽ നിറഞ്ഞ് തൻ്റെ ഭവനത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് അവൾ പ്രവർത്തിക്കുകയാണ്. സമയമൊട്ടും കളയാതെ പെട്ടെന്ന് തന്നെ മറ്റൊന്നും ആലോചിക്കാതെ അവൾ നേരിട്ട് മുന്നിട്ടിറങ്ങുകയാണ് തൻ്റെ കുടുംബത്തെ വലിയ വിപത്തിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട്. അങ്ങനെ ദാവീദ് രാജാവിൻ്റെ അടുക്കലേക്ക് അബിഗായേൽ എത്തുന്നതായിട്ട് നമ്മൾ കണ്ടു. തിരുവചന ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 25-ാം അധ്യായത്തിലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ദാവീദ് രാജാവ് ഒരു സഹായം ചോദിച്ചപ്പോൾ വളരെ വലിയ ധനികനായിരുന്ന അബിഗായിലിന്റെ ഭർത്താവ് നാബാൽ എപ്രകാരമാണ് ദാവീദിന്റെ അനുചരന്മാരെ കളിയാക്കി തിരിച്ചുവിട്ടതെന്ന് നമ്മൾ വായിച്ചു. ഇതനുസരിച്ച് വലിയൊരു ക്രോധത്തിലേക്ക് കടന്നു വന്ന ദാവീദ് ആ ഭവനത്തെ ഒട്ടാകെ കൊല്ലുവാനായിട്ട് തീരുമാനിക്കുകയാണ്. എന്നാൽ അബിഗായിലിന്റെ കൃത്യസമയത്തുള്ള ജ്ഞാനത്താൽ നിറഞ്ഞ ഇടപെടൽ മൂലം ആ ഒരു വലിയ ഭീഷണിയിൽ നിന്ന് ആ കുടുംബം കരകയറുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. നമ്മൾ അബിഗായേൽ ദാവീദ് രാജാവിന്റെ അടുക്കൽ എത്തുന്നത് വരെ നമ്മൾ വായിച്ചതാണ്. സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 25-ാം അധ്യായത്തിൽ 23-ാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ദാവീദിനെ കണ്ടപ്പോൾ അബിഗായേൽ തിടുക്കത്തിൽ കഴുതപ്പുറത്തു നിന്ന് ഇറങ്ങി അവന്റെ മുൻപിൽ സാഷ്ടാംഗം നമസ്കരിക്കുകയാണ്. അബിഗായേലിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു എങ്ങനെയാണ് ദാവീദ് രാജാവിന്റെ മുൻപിൽ, കർത്താവിനാൽ അഭിഷിക്തനായ ഇസ്രായേലിന്റെ അടുത്ത രാജാവായ ദാവീദിന്റെ മുൻപിൽ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന്, എത്രമാത്രം താഴ്മയോടെ നിൽക്കാൻ താൻ ഉത്തരവാദിത്വപ്പെട്ടവളാണെന്ന് അബിഗായേലിന് ബോധ്യമുണ്ടായിരുന്നു. അബിഗായേൽ ചെല്ലുന്ന ഈ സമയത്ത് ദാവീദ് രാജാവായിട്ടില്ല. അവൻ മരുഭൂമിയിലൂടെ ഒളിച്ചു നടക്കുന്ന സമയമാണ്. എന്നാൽ അവന്റെ മേലുണ്ടായിരുന്ന അഭിഷേകത്തെ അബിഗായേൽ കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. കർത്താവ് രാജാവായിട്ട് അഭിഷേകം ചെയ്തവനാണ് തന്റെ മുൻപിൽ നിൽക്കുന്നതെന്ന് അബിഗായേൽ മനസ്സിലാക്കിയിരുന്നു. സമ്പത്ത് കൊണ്ട് ദാവീദിനേക്കാളും ഒത്തിരിയേറെ മുകളിലാണ് അബിഗായേൽ. എന്നാൽ ദാവീദിനെ കണ്ടപ്പോൾ
അബിഗായിൽ സാഷ്ടാംഗം നമസ്കരിക്കുകയാണ്. ദാവീദിന്റെ മുൻപിൽ തന്റെ എളിമയെ അവൾ പ്രകടിപ്പിക്കുകയാണ്. തന്റെ താഴ്മയെ അവൾ വെളിപ്പെടുത്തുകയാണ്. തുടർന്ന് 24 തിരുവാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അവൾ അവന്റെ കാൽക്കൽ വീണു പറഞ്ഞു, പ്രഭു, ഈ തെറ്റ് എന്റെ മേൽ ആയിരിക്കട്ടെ. അങ്ങയുടെ ഈ ദാസിയെ സംസാരിക്കാൻ അനുവദിച്ചാലും ഈ ദാസിയുടെ വാക്കുകൾ കേൾക്കണമേ. വളരെ വിനയത്തോടെ താണുകേണ് അവൾ പറയുകയാണ്, ഈ തെറ്റ്, തൻ്റെ ഭർത്താവ് ചെയ്ത ആ ഒരു തെറ്റ് തൻ്റെ മേലായിക്കൊള്ളട്ടെ എന്ന്. ആ ഒരു കുറ്റം അവൾ ഏറ്റെടുക്കുകയാണ്. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അവൾ വഹിക്കുകയാണ്. തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഏതറ്റം വരെ പോകണമെന്ന് അവൾക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. തൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് പറ്റിപ്പോയ ആ ഒരു വലിയ തെറ്റ്, കർത്താവിനാൽ അഭിഷിക്തനായ ദാവീദിനെ സഹായം ആവശ്യമുള്ളപ്പോൾ തിരസ്കരിച്ചു എന്നു മാത്രമല്ല, വാക്കുകൊണ്ട് വളരെ അപഹാസ്യമായ രീതിയിൽ പെരുമാറിയ ആ ഒരു വലിയ തെറ്റിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അബിഗായിൽ സ്വയം ഏറ്റെടുക്കുകയാണ്. അത് പൂർണ്ണമായും എൻ്റെ മേൽ ആയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞ് ആ കാലിൽ താണു വീണ് കിടന്ന് ദാവീദിനോട് മാപ്പ് ചോദിക്കുന്ന അബിഗായേലിനെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. തൻ്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ജ്ഞാനത്താൽ നിറഞ്ഞ് അവൾ പുറപ്പെടുന്നത് നമ്മൾ കണ്ടു. പെട്ടെന്ന് തന്നെ വേണ്ട ഒരുക്കങ്ങളൊക്കെ അവൾ ചെയ്ത് ആവശ്യമായതെല്ലാം ക്രമീകരിച്ച് തൻ്റെ ഭൃത്യന്മാരോടൊക്കെ വേണ്ടതൊക്കെ പറഞ്ഞ് അവരെ എല്ലാം കൂട്ടി അവൾ എത്തുക മാത്രമല്ല, ഓരോ വാക്കുകൊണ്ടും ജ്ഞാനത്താൽ നിറഞ്ഞ് സംസാരിച്ച് തൻ്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി അവൾ അധ്വാനിക്കുകയാണ്. അവൾ അതിനെല്ലാം മാപ്പ് ചോദിക്കുകയാണ്. പൂർണ്ണ ഉത്തരവാദിത്വം അവൾ ഏറ്റെടുക്കുകയാണ്. തുടർന്ന് 30 തിരുവാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അവിടെ അബിഗായേൽ ഈ കാര്യങ്ങളെല്ലാം ഏറ്റു പറഞ്ഞ് മാപ്പ് പറഞ്ഞതിന് ശേഷം 30 വാക്യത്തിൽ അബിഗായേൽ എന്താ പറയുന്നത്? കർത്താവ് വാഗ്ദാനം ചെയ്തിരിക്കുന്ന എല്ലാ നന്മയും പൂർത്തിയാക്കി അങ്ങയെ ഇസ്രായേൽ രാജാവാക്കും. ഇവിടെ ദാവീദ് രാജാവിന്റെ നന്മയ്ക്ക് വേണ്ടി അബിഗായേൽ പ്രത്യാശിക്കുകയാണ്. അതിനു വേണ്ടി കർത്താവിന്റെ അനുഗ്രഹം പറയുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ദാവീദ് ആ ഭവനത്തെ മുഴുവൻ കൊല്ലാനായി തയ്യാറായി നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. എന്നാൽ ആ ദാവീദിൽ ഉണ്ടായിരുന്ന കർത്താവിന്റെ ഒരു നിയോഗം കൃത്യമായിട്ട് അബിഗായേൽ മനസ്സിലാക്കുകയാ. ഇവിടെയാണ് ജ്ഞാനം വെളിപ്പെടുന്നത്. പ്രിയമുള്ളവരെ, ദാവീദ് രാജാവ് ആരാണെന്ന്, ദാവീദിന്റെ മേലുള്ള കർത്താവിന്റെ നിയോഗം എന്താണെന്ന് അബിഗായേൽ കൃത്യമായി മനസ്സിലാക്കുകയാ. അവൾ ഏറ്റു പറയുകയാണ്. ഒരിക്കൽ കൂടി നമുക്ക് ആ തിരുവചനം കേൾക്കാം. കർത്താവ് വാഗ്ദാനം ചെയ്തിരിക്കുന്ന എല്ലാ നന്മയും പൂർത്തിയാക്കി. കർത്താവ് വാഗ്ദാനം ചെയ്തിരിക്കുന്ന എല്ലാ നന്മയും പൂർത്തിയാക്കി അങ്ങയെ ഇസ്രായേൽ രാജാവാക്കും. അങ്ങയെ ഇസ്രായേൽ രാജാവാക്കും. കൃത്യതയോടെ അത് മനസ്സിലാക്കാൻ എങ്ങനെയാ അബിഗായേലിന് സാധിച്ചത്? അവിടെയും ദൈവിക ജ്ഞാനത്താൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ത്രീയെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തൻ്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവൾ വന്നത്. പക്ഷെ അവൾ ഏറ്റു പറയുന്നത് കർത്താവിന്റെ വലിയ കരങ്ങളെയാണ്, കർത്താവിന്റെ വലിയ പ്രവർത്തികളെയാണ് അവൾ അവിടെ ഏറ്റു പറയുന്നത്. തുടർന്ന് തൊട്ടടുത്ത വാക്യത്തിൽ 31 തിരുവചനത്തിൽ അവൾ എന്താ പറയുന്നത്? അപ്പോൾ കാരണമില്ലാതെ രക്തം ചിന്തിയെന്നോ സ്വന്തം കൈകൊണ്ട് പ്രതികാരം ചെയ്തെന്നോ ഉള്ള വ്യഥയും മനസാക്ഷി കുത്തും അങ്ങേക്ക് ഉണ്ടാവുകയില്ല. കർത്താവ് നന്മ വരുത്തുമ്പോൾ അങ്ങയുടെ ഈ ദാസിയെയും ഓർക്കണമേ. ഇവിടെ ദാവീദിനെ വലിയൊരു തെറ്റ് ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന അബിഗായേലിനെ നമ്മൾ കാണുന്നത്. കർത്താവ് തൻ്റെ നിയോഗാർത്ഥം ദാവീദിനെ രാജാവായിട്ട് ഉയർത്തുന്ന ആ സമയത്ത് ഇത്രയും വലിയ ഒരു തെറ്റ് അങ്ങയുടെ പേരിൽ ഉണ്ടാകരുത്. കർത്താവ് നോക്കുമ്പോൾ അങ്ങയെ ഇതിൽ കുറ്റക്കാരനായി കാണരുത്. തൻ്റെ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് വന്ന വലിയ തെറ്റിനെ അവൾ ഏറ്റു പറയുന്നുണ്ട്. ഒപ്പം തന്നെ ദാവീദ് രാജാവ് ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയുടെ പരിണിത ഫലം എന്താണെന്ന് അവൾ ദാവീദിന് പറഞ്ഞു കൊടുക്കുകയാണ്. കർത്താവിന്റെ ജ്ഞാനത്താൽ നിറഞ്ഞ് അവൾ അവിടെ സംസാരിക്കുകയാണ്. ഇത്രയൊക്കെ ദാവീദിന്റെ മുൻപിൽ പറഞ്ഞു തീർക്കുവാനായിട്ട് അവൾക്ക് എങ്ങനെയാ സാധിച്ചത്? അവൾ ചെയ്ത തെറ്റിനെ അവൾ ഏറ്റു പറയുന്നു. അവൾ എന്ന് പറയുമ്പോൾ തൻ്റെ ഭർത്താവ് ചെയ്ത തെറ്റിനെ അവൾ സ്വീകരിച്ച് അവൾ അത് ഏറ്റു പറഞ്ഞ് മാപ്പ് ചോദിക്കുന്നു. ദാവീദ് രാജാവിലൂടെ കർത്താവ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അവൾ അവിടെ പ്രഖ്യാപിക്കുന്നു. തുടർന്ന് ദാവീദ് രാജാവ് ചെയ്യാൻ പോകുന്ന ആ വലിയ തെറ്റിനെ അവൾ ചൂണ്ടിക്കാട്ടുന്നു.
ഇത്രയും ആയപ്പോൾ ദാവീദിന്റെ കണ്ണു തുറന്നുവെന്ന തിരുവചനം പറയുന്നത്. താൻ ചെയ്യാൻ പോകുന്ന വലിയ തെറ്റിനെ കുറിച്ച് ഈ വാക്കുകൾ കേട്ടപ്പോൾ ദാവീദിന് ബോധ്യം വരികയാണ്. സുഭാഷിതങ്ങൾ 31 അധ്യായത്തിൽ അവിടെ 26 തിരുവാക്യത്തിൽ കർത്താവിന്റെ വചനം നമുക്കൊരു കാര്യം പറഞ്ഞു തരുന്നുണ്ട്. അവൾ വായ് തുറന്നാൽ, ജ്ഞാനമുള്ള സ്ത്രീ, ജ്ഞാനത്താൽ നിറഞ്ഞ ഒരു സ്ത്രീ, അവൾ വായ് തുറന്നാൽ ജ്ഞാനമേ പുറത്തു വരൂ, ജ്ഞാനമേ പുറത്തു വരൂ, ദയാമസൃണമായ ഉപദേശം, ദയാമസൃണമായ ഉപദേശം അവളുടെ നാവിലുണ്ട്, അവളുടെ നാവിലുണ്ട്. ഈ ഒരു തിരുവചനം ലിറ്ററലി അബിഗായേലിലൂടെ പ്രകടമാവുകയായിരുന്നു. അവൾ വായ് തുറന്നാൽ ജ്ഞാനമേ പുറത്തു വരികയുള്ളൂ, ദയാമസൃണമായ ഉപദേശം അവളുടെ നാവിലുണ്ട്. കർത്താവിന്റെ വചനം ഓരോ സ്ത്രീയിൽ നിന്നും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണിത്. ജ്ഞാനമുള്ള ഉത്തമയായ ഓരോ ഭാര്യയിലും ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു കൃപയാണിത്. ജ്ഞാനത്തോടെ സംസാരിക്കാനുള്ള ആ ഒരു അഭിഷേകം, ദയാമസൃണമായ ഉപദേശങ്ങൾ നൽകുവാനുള്ള ഒരു അഭിഷേകം, ജ്ഞാനത്തോടെ, ജ്ഞാനം മാത്രമേ പുറത്തു വരുള്ളൂ എന്ന തിരുവചനം പറയുന്നത്. നമുക്ക് നമ്മെ തന്നെ വിലയിരുത്താം പ്രിയമുള്ളവരെ. കർത്താവിന്റെ ഈ ഒരു കൽപ്പനയിൽ നമ്മൾ എത്രത്തോളം എത്തിയിട്ടുണ്ട്? ജ്ഞാനം മാത്രം പുറത്തു വരുന്ന കർത്താവിന്റെ കൺസെപ്റ്റിലുള്ള ഒരു ജ്ഞാനം നിറഞ്ഞ കുടുംബിനി, അതിൽ എത്രമാത്രം എനിക്ക് പങ്കുപറ്റാൻ സാധിച്ചിട്ടുണ്ട്? നമുക്ക് ചിന്തിക്കാം പ്രിയമുള്ളവരെ. ഇവിടെ അബിഗായേൽ നമുക്ക് ഓരോരുത്തർക്കും വലിയ മാതൃകയാണ്, ഒപ്പം വലിയ വെല്ലുവിളിയാണ്. ഇത്രയും വലിയ പ്രതിസന്ധിക്ക് മുൻപിൽ അവൾ നിൽക്കുമ്പോഴും ജ്ഞാനത്താൽ നിറഞ്ഞ് അവൾ സംസാരിക്കുകയാ, ദയാമസൃണമായിട്ട് അവൾ ഉപദേശം നൽകുകയാ. വീണ്ടും സുഭാഷിത പുസ്തകങ്ങളിൽ തന്നെ 18 അധ്യായം 4 തിരുവാക്യത്തിൽ കർത്താവിന്റെ വചനം പറയുന്നുണ്ട്, മനുഷ്യന്റെ വാക്കുകൾ അഗാധമായ ജലാശയമാണ്, അഗാധമായ ജലാശയമാണ്, ജ്ഞാനത്തിന്റെ ഉറവ പാഞ്ഞൊഴുകുന്ന അരുവിയും. മനുഷ്യരുടെ ഓരോരുത്തരുടെയും വാക്കുകൾ എന്താകണമെന്ന ലേഖകൻ ഇവിടെ പറയുന്നത്. ജ്ഞാനത്തിന്റെ ഉറവയായിട്ട് അഗാധമായ അറിവ് പകരുന്നതാവണം മനുഷ്യന്റെ ഓരോ വാക്കുകളും എന്നാ പറയുന്നത്. ജ്ഞാനത്താൽ നിറഞ്ഞ് സംസാരിക്കേണ്ടതിന്റെ ആവശ്യകതയാ കർത്താവ് ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധ സ്റ്റീഫനെ നമുക്ക് കാണാൻ സാധിക്കും. സ്തേഫാനോസിനെ അപ്പസ്തോല പ്രവർത്തനങ്ങൾ 6 അധ്യായം 10 തിരുവാക്യത്തിൽ സ്തേഫാനോസിനെ കുറിച്ച് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. എന്നാൽ അവന്റെ സംസാരത്തിൽ വെളിപ്പെട്ട ജ്ഞാനത്തോടും ആത്മാവിനോടും എതിർത്തു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. സ്തേഫാനോസിന്റെ അധരങ്ങളിൽ, വാക്കുകളിൽ വെളിപ്പെട്ട ജ്ഞാനത്തെ എതിർത്ത് നിൽക്കാൻ അവർക്കാർക്കും സാധിച്ചില്ലെന്നാ തിരുവചനം പറയുന്നേ. വാക്കുകളിലൂടെ വെളിപ്പെടേണ്ട ജ്ഞാനത്തെ ഇവിടെയൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത്. ഇവിടെ അബിഗായേൽ ഇതുപോലെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? സാമുവേൽ പ്രവാചകന്റെ 1 പുസ്തകത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. 25 അധ്യായം 32 തിരുവാക്യം. ദാവീദ് അബിഗായിലിനോട് പറഞ്ഞു, ഇന്നു നിന്നെ എന്റെ അടുത്തേക്ക് അയച്ച ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. തുടർന്ന് ദാവീദ് വീണ്ടും തുടരുകയാണ്, രക്തച്ചൊരിച്ചിലിൽ നിന്നും സ്വന്തം കൈയാലുള്ള പ്രതികാരത്തിൽ നിന്നും എന്നെ ഇന്നു തടഞ്ഞ നീയും നിന്റെ വിവേകവും അനുഗ്രഹീതമാണ്. ദാവീദ് രാജാവിന് എല്ലാം വ്യക്തമായി മനസ്സിലാവുകയാണ്. രക്തച്ചൊരിച്ചിലിൽ നിന്ന്, വലിയ പ്രതികാരത്തിൽ നിന്ന് എന്നെ ഇന്ന് തടഞ്ഞു നിർത്തിയത് നീയാണെന്ന ദാവീദ് അബിഗായേലിനോട് പറയുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അവിടെ അബിഗായേലിന്റെ റോൾ എന്തായിരുന്നു എന്ന് ഈ ഒരു ഒറ്റ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എത്ര വലിയ സ്ഥാനം അബിഗായേലിന് കർത്താവ് അവിടെ കൊടുത്തത്. വലിയൊരു അപരാധത്തിൽ നിന്ന്, ഇസ്രായേലിന്റെ ഭാവി രാജാവ് വരുത്താൻ പോകുന്ന വലിയൊരു അപരാധത്തിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുന്നത് അബിഗായേലാണ്. അബിഗായിലൂടെ വെളിപ്പെട്ട കർത്താവിന്റെ ജ്ഞാനമാണ്. തുടർന്ന് തൊട്ടടുത്ത വാക്യത്തിൽ ദാവീദ് തുടരുകയാണ്, നീ ബന്ധപ്പെട്ട് എന്നെ എതിരേൽക്കാൻ വന്നില്ലായിരുന്നെങ്കിൽ നിന്നെ ഉപദ്രവിക്കുന്നതിൽ നിന്ന് എന്നെ തടഞ്ഞ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവാണേ, നേരം പുലരുമ്പോഴേക്കും ഒരൊറ്റ പുരുഷൻ പോലും നാബാലിന് അവശേഷിക്കുകയില്ലായിരുന്നു. ഇത്രയും വലിയ അപരാധമാണ് ദാവീദ് ചെയ്യാൻ പോയിരുന്നത്. ശരിയാണ്, നാബാലിന് തെറ്റുപറ്റിയിരുന്നു. എന്നാൽ ദാവീദ് അതിന് പ്രതികാരം ചെയ്യുമ്പോൾ കർത്താവിന്റെ ദൃഷ്ടിയിൽ അത് അതിനേക്കാളും വലിയ അപരാധമായി മാറുമായിരുന്നു. അതിൽ നിന്ന് ദാവീദിനെ പിന്തിരിപ്പിച്ചത് ബന്ധപ്പെട്ട് വന്ന് തനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്ന അബിഗായേലാണെന്നാ ദാവീദ് പറയുന്നത്. 35 വാക്യത്തിൽ ദാവീദ് അവസാനിപ്പിക്കുന്നുണ്ട്,
അവൾ കൊണ്ടുവന്നത് ദാവീദ് സ്വീകരിച്ചു. അവൻ പറഞ്ഞു, സമാധാനത്തോടെ വീട്ടിലേക്ക് പൊയ്ക്കൊള്ളുക. നിന്റെ വാക്ക് ഞാൻ ശ്രവിച്ചിരിക്കുന്നു, നിന്റെ അപേക്ഷ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അബിഗായേലിന്റെ കൃത്യസമയത്തുള്ള ജ്ഞാനത്തോടെയുള്ള ഇടപെടല്, ജ്ഞാനത്തിൽ നിറഞ്ഞുള്ള സംസാരം ഇവിടെ ദാവീദിനെ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷിക്കുകയാണ്. അവളുടെ കുടുംബത്തെ രക്ഷിക്കുകയാണ്. ഇവിടം കൊണ്ട് കഴിയുന്നില്ല. തുടർന്ന് അവൾ അവളുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നുണ്ട്, നാബാലിന്റെ അടുക്കലേക്ക്. സഭാപ്രസംഗകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ 1-ാം തിരുവാക്യത്തിൽ കർത്താവ് മറ്റൊരു രഹസ്യം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആകാശത്തിന് കീഴിലുള്ള സമസ്ത കാര്യത്തിനും ഒരവസരമുണ്ട്. തുടർന്ന് 7-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിന്റെ 2-ാം ഭാഗത്ത് കർത്താവ് ഒരു കാര്യം പറയുന്നുണ്ട്. മൗനം പാലിക്കാൻ ഒരു കാലം, സംസാരിക്കാൻ ഒരു കാലം. ചില സമയത്ത് നമ്മൾ മൗനം പാലിക്കണം, ചില സമയത്ത് നമ്മൾ സംസാരിക്കണം. ഇതെങ്ങനെയാ തിരിച്ചറിയാൻ പറ്റുക? അവിടെയാണ് കർത്താവിന്റെ ജ്ഞാനം ആവശ്യമായി വരുന്നത്. ഇവിടെ നമ്മൾ കണ്ടു, അബിഗായേൽ അവൾ തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് തിടുക്കത്തിൽ വേഗം ബന്ധപ്പെട്ട് ഇറങ്ങി തിരിച്ചപ്പോൾ അവൾ നാബാലിനോട് ഒന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് ആ തിരുവചനം ഒന്ന് കാണാം. 25-ാം അധ്യായത്തിൽ 19-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് തിരുവചനം എന്താ പറയുന്നത്? അവൾ ഭൃത്യരോട് പറഞ്ഞു, നിങ്ങൾ മുൻപേ പോവുക, ഞാനിതാ വരുന്നു. അവൾ ഭർത്താവായ നാബാലിനെ അറിയിച്ചില്ല. അവൾക്കറിയാമായിരുന്നു അത് അവനോട് പറയേണ്ട സമയമല്ല എന്ന്. നാബാലിനോട് അവൾ മൗനം പാലിച്ചു. തുടർന്ന് നമ്മൾ 36-ാം തിരുവാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെയും തിരുവചനം പറയുന്നുണ്ട്, അബിഗായേൽ നാബാലിന്റെ അടുത്തെത്തി. അവൻ തന്റെ വീട്ടിൽ രാജകീയമായ ഒരു വിരുന്നു നടത്തുകയായിരുന്നു. വളരെയധികം മദ്യപിച്ചിരുന്നതിനാൽ അവൻ ഉന്മത്തനായിരുന്നു. പ്രഭാതം വരെ അവൾ യാതൊന്നും അവനോട് പറഞ്ഞില്ല. പ്രഭാതം വരെ ഇത്രയേറെ കാര്യങ്ങൾ അവിടെ സംഭവിച്ചു. ദാവീദും അനുചരന്മാരും കൊല്ലാൻ വരികയാണെന്ന് പോലും നാബാൽ അറിഞ്ഞിട്ടില്ല. അവിടെ വിരുന്ന് നടത്തുകയാണ്, ഉന്മത്തനായിരിക്കുകയാണ്. അവിടെ അബിഗായേൽ മൗനം പാലിക്കുകയാണ്. അത് മൗനം പാലിക്കാനുള്ള സമയമാണെന്ന് അബിഗായേലിന് വ്യക്തമായിട്ട് മനസ്സിലായിരുന്നു. ജ്ഞാനത്താൽ അവൾ അത് മനസ്സിലാക്കുകയായിരുന്നു. തൊട്ടടുത്ത വാക്യത്തിൽ പറയുകയാണ്, നാബാലിന് രാവിലെ ലഹരി ഇറങ്ങിയപ്പോൾ അവൾ ഇക്കാര്യം അവനോട് പറഞ്ഞു. അതു കേട്ട് ഹൃദയം മരവിച്ച് അവൻ ശിലാതുല്യനായി തീർന്ന നാബാൽ 10 ദിവസത്തിനകം മരിക്കുന്നതായിട്ട് ആ തിരുവചനം പറയുന്നത്. അവൻ മരിക്കുകയാണ്. അത്രയും വലിയ ഷോക്കായിട്ട് അവൻ അത് മാറുകയാണ്. ദാവീദും അനുചരന്മാരും തന്നോട് ചെയ്യാനിരുന്നത് എന്താണെന്ന് ഓർത്തോർത്ത് അവൻ മരിക്കുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ അബിഗായേലിലൂടെ കർത്താവ് ജ്ഞാനത്തിന്റെ ഒരു ആവശ്യകത, അതിന്റെ പ്രാധാന്യമാണ് നമുക്ക് മനസ്സിലാക്കി തന്നത്. ഇത്രയേറെ ജ്ഞാനത്താൽ നിറഞ്ഞ് കഷ്ടപ്പാടുകൾ നിറഞ്ഞൊരു ജീവിതമായിരുന്നു. നാബാലിന്റെ ക്രൂരതകൾക്കെല്ലാം ഇരയായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു. ഇതിലൊന്നും തളരാതെ ജ്ഞാനത്തിൽ അവൾ അഭിവൃദ്ധി പ്രാപിച്ച് ഇത്രയേറെ കാര്യങ്ങൾ ചെയ്തു. ആ ഒരു അധ്യായത്തിന്റെ അവസാനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, നാബാൽ മരിച്ചെന്ന് കേട്ടപ്പോൾ ദാവീദ് ആളയച്ച് അബിഗായേലിനെ വരുത്തി അവളെ തന്റെ ഭാര്യയാക്കി മാറ്റുകയാണ്. അബിഗായേലിൽ വിളങ്ങി നിന്നിരുന്ന ജ്ഞാനത്തെ ദാവീദ് തിരിച്ചറിയുകയാണ്. തന്റെ ഭാര്യ എന്ന നിലയിൽ കർത്താവിന്റെ ജനത്തെ നയിക്കുന്നതിൽ സഹായിക്കാൻ അവൾക്ക് സാധിക്കുമെന്ന് ദാവീദിന് ഉറപ്പുണ്ടായിരുന്നു. അവളിലെ ജ്ഞാനത്തെ ദാവീദ് തിരിച്ചറിഞ്ഞിരുന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ജ്ഞാനത്തിന്റെ ആവശ്യകത നമ്മുടെ അനുദിന ജീവിതത്തിൽ എത്രമാത്രം ഉണ്ടെന്ന് അബിഗായേലിന്റെ ജീവിതം നമുക്ക് പറഞ്ഞു തരികയാണ്. ആ ഒരു കൃപ പ്രാപിക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം. സുഭാഷിത പുസ്തകങ്ങൾ 3-ാം അധ്യായം 5-ഉം 6-ഉം തിരുവചനങ്ങളിൽ കർത്താവ് എന്താ പറയുന്നത്? കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയും അരുത്. നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആകട്ടെ, അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. കർത്താവ് തെളിച്ചു തരുന്ന വഴിയിൽ ജ്ഞാനത്തിൽ നിറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കരുതെന്ന് തിരുവചനം എടുത്തു പറയുകയാ. കർത്താവ് പറയുന്നതനുസരിച്ച് നമ്മൾ പോയാൽ നമുക്ക് വഴി ഉറപ്പായിട്ട് മുന്നോട്ടുണ്ട്. പ്രിയമുള്ളവരെ, എത്ര വലിയ ബുദ്ധിമുട്ടിലായിക്കൊള്ളട്ടെ, പ്രശ്നത്തിലായിക്കൊള്ളട്ടെ, അബിഗായേലിനെ പോലെ മറ്റ് സാഹചര്യങ്ങൾ ഒന്നും സന്തോഷം നൽകുന്ന ഒന്നും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ
കർത്താവ് തെളിച്ച വഴിയെ പോകാൻ അവൾക്ക് സാധിച്ചു. കർത്താവിന്റെ ജ്ഞാനത്തിൽ നിറഞ്ഞ് പ്രവർത്തിക്കാൻ, സംസാരിക്കാൻ, വിവേകത്തിൽ നിറഞ്ഞ് ജീവിക്കാൻ അവൾക്ക് സാധിച്ചു. എൻ്റെ പ്രിയമുള്ളവരെ, കർത്താവിനോട് ആ കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആ ഒരു കൃപ നേടിയെടുത്താലാണ് നാം ആയിരിക്കുന്നിടത്ത് ഒരു അനുഗ്രഹമായിട്ട് നമുക്ക് മാറാൻ സാധിക്കുകയുള്ളൂ. സുഭാഷിതങ്ങളിൽ നമ്മൾ കണ്ടതുപോലെ സ്ത്രീയുടെ ജ്ഞാനം അവളുടെ ഭവനം പണിതുയർത്തുന്നു. ആ ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നാം ആയിരിക്കുന്നിടത്തിരുന്ന് കർത്താവ് നൽകിയ പ്രബോധനങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞ് നമ്മുടെ ജീവിതത്തിലേക്ക് അത് പ്രാപിക്കാനുള്ള ഒരു ആഗ്രഹത്തിലായിരുന്നു കൊണ്ട് പരിശുദ്ധാത്മാവിന് നന്ദി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങൾ നന്ദി പറയുകയാണ്. അബിഗായേലിലൂടെ അങ്ങ് ഞങ്ങൾക്ക് പകർന്നു നൽകിയ ഓരോ കാര്യങ്ങൾക്കും, ഓരോ അനുഭവങ്ങൾക്കും, ഓരോ ബോധ്യങ്ങൾക്കും കർത്താവെ നന്ദി പറയുന്നു. ജ്ഞാനത്താൽ നിറഞ്ഞ് ജീവിക്കുവാനുള്ള കൃപ കർത്താവെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയിൽ ആശ്രയിച്ചുകൊണ്ട്, മനുഷ്യപുത്രിയിൽ ആശ്രയിക്കാതെ കർത്താവിൽ ആശ്രയിച്ചു പോകുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. കൃപ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ഹല്ലേലൂയ. ക്ഷമ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ഹല്ലേലൂയ. ആരാധന, ആരാധന, ദൈവമായ കർത്താവിന് ആരാധന. നന്ദി ഈശോയെ. ആരാധന, ആരാധന, ആത്മാവിലും സത്യത്തിലും ആരാധന. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ നന്ദി പറയുകയാണ്. അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന കൃപയെ ഓർത്ത്, അങ്ങ് നടത്തുന്ന വിധങ്ങളെ ഓർത്ത്, അങ്ങ് നയിക്കുന്ന വഴികളെ ഓർത്ത്, അങ്ങ് നൽകുന്ന ആഹ്വാനങ്ങളെ ഓർത്ത് കർത്താവേ ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഈശോയെ നന്ദി ഈശോ. ഹല്ലേലൂയ. കുരിശിൽ സ്വയം ജീവൻ ത്യജിച്ച പാപവിമോചകൻ ആരാധന. ആരാധന ഈശോയെ. രോഗങ്ങളും ശാപങ്ങളും ഏറ്റെടുത്ത ശാപവിമോചകൻ ആരാധന. ഹല്ലേലൂയ. തിരുരക്തത്താൽ എന്നെ വീണ്ടെടുത്ത ദൈവപുത്രൻ യേശുവിന് ആരാധന. ഹല്ലേലൂയ. ആരാധന, ആരാധന, ദൈവമായ കർത്താവിന് ആരാധന. ഹല്ലേലൂയ. ആരാധന, ആരാധന, ആത്മാവിലും സത്യത്തിലും ആരാധന. ഈശോയെ നന്ദി. ആരാധന, ആരാധന, ദൈവമായ കർത്താവിന് ആരാധന. ഹല്ലേലൂയ. ആരാധന, ആരാധന, ആത്മാവിലും സത്യത്തിലും ആരാധന. നന്ദി ഈശോയെ. ആരാധന ഈശോയെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്ന അങ്ങയുടെ വഴികളെ ഓർത്ത് ഈശോയെ ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ അനന്തമായ സ്നേഹത്തെ ഓർത്ത് ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അബിഗായേലിലൂടെ കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ, കർത്താവ് കാണിച്ചു തന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വന്തമാക്കാം. എത്രമാത്രം കഷ്ടപ്പാടിലാണെങ്കിലും കർത്താവിന് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അവസാനം അബിഗായേൽ ദാവീദ് രാജാവിൻ്റെ ഭാര്യയായിട്ടാണ് നിൽക്കുന്നത്. ഇത്രയേറെ കഷ്ടപ്പാടിലൂടെ കടന്നു പോയപ്പോഴെല്ലാം അവൾ കർത്താവിൻ്റെ ജ്ഞാനത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഈ ഒരു കൃപ നമുക്ക് സ്വന്തമാക്കാം പ്രിയമുള്ളവരെ. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9495219811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ് പ്രിഷില്ല ഷെക്കിന ന്യൂസ്, താളിക്കോട്, പട്ടിക്കാട് PO, തൃശൂർ, കേരള 680652.